എല്ലാവർക്കും സൈഗസ് വിഷന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മുട്ടക്കറിയാണ്. 2 മുട്ട വേവിക്കാനായിട്ട് ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ അടുപ്പിൽ കടുവൊക്കെ താളിച്ച് ചെറുതായിട്ട് സവാള അരിഞ്ഞിട്ട് സവാള വേകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ദോശ കൂടി ഉണ്ടാക്കി എടുക്കുകയാണേ. അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറിയും ദോശയായിരുന്നു കേട്ടോ. അപ്പോഴേ ദോശ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കായത ഇവിടെ റെഡിയായി അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് അതവിടെ വെച്ചിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുതേ കൂട്ടുകാരെ. ഇതുവരെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. നമുക്ക് ആവശ്യത്തിന് കറി ആയതിനു ശേഷം ഞാനത് 2 മുട്ട ഉണ്ടായിരുന്നു, അത് ചെറുതായിട്ട് ഒന്ന് പിച്ചാത്തി വെച്ച് പോറിയതിനു ശേഷം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു സവാളയാണ് കേട്ടോ എടുത്തത്. അപ്പൊ എനിക്കും ചേട്ടനും മാത്രം മതി കാപ്പി പിടിക്കാനായിട്ട്. മീനും കറി കഴിക്കത്തില്ല കേട്ടോ. അപ്പൊ ചേട്ടനും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി എരിക്കാണ് കറിയൊക്കെ ഇപ്പൊ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ കറിയൊന്നും അധികം കഴിക്കാറില്ല കേട്ടോ. അപ്പൊ മീനുക്കുട്ടി ഈ സമയത്ത് വന്നു, ചായ കുടിച്ചോണ്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ചേട്ടനും കാപ്പി കുടിച്ചു. അപ്പൊ ഇനി ഞാനും കൂടി കാപ്പി കുടിക്കണേ. അപ്പൊ ചായ കുടിക്കാനായിട്ട് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനുക്കുട്ടി ഒരു ദോശ കറിയില്ലാതെ കഴിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ദോശയും മുട്ടക്കറിയും കഴിക്കുകയാണ്. മുട്ടക്കറി കഴിച്ചു. അതിനുശേഷം പിന്നെ മീനുക്കുട്ടി അപ്പുറത്തെ വീട്ടിൽ പോയ കേട്ടോ. ഇനി ഉച്ചത്തേക്ക് ചിലപ്പോ വരും കേട്ടോ ചോറ് കഴിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഇതാ രാവിലെ കാപ്പി പിടിച്ച പാത്രം എല്ലാം കഴുകി ഒതുക്കി വെച്ച് അവിടേക്ക് ഒന്ന് തുടച്ചൊക്കെ ഇട്ടതിന് ശേഷം കഞ്ഞിക്ക് തീ കത്തിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് തുണിയൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം മഴ ആയത് കാരണം ഇപ്പൊ അങ്ങനെ തുണിയൊക്കെ ഉണക്കിയിട്ടാൻ ഇത്തിരി പാടാണ് കേട്ടോ. അതുകൊണ്ട് നേരത്തെ കഴുകിയിട്ടതാണ്. പിന്നെ ഒന്ന് ഉച്ചത്തേക്ക് വെക്കുന്ന നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക്, നാടൻ മുരിങ്ങയ്ക്ക് കുറച്ച് കിട്ടി കേട്ടോ. അപ്പൊ ഒത്തിരി നാളായിട്ടോ മുരിങ്ങയ്ക്ക് കിട്ടിയിട്ട്. അപ്പൊ കൂടുതലും ചീര അങ്ങനെയുള്ള ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് പുളിമാത്ത് വെച്ച് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ പക്ഷേ എനിക്ക് മുരിങ്ങ ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പൊ കിട്ടാനില്ലായിരുന്നു, പക്ഷെ ഇന്ന് കുറച്ച് കിട്ടി കേട്ടോ. അപ്പൊ ഇതാ അതിവിടെ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് കൂടി ഒന്ന് എടുക്കണം. പിന്നെ ഞാൻ മുരിങ്ങക്കയില് ഇടാനായിട്ട് കുറച്ച് ചക്കക്കുരു എടുത്ത് നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വേവിച്ചെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുരിങ്ങയും ചക്കക്കുരു തോരൻ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അത് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ മാമി തന്നതാണ് കേട്ടോ. ഇവിടെ വന്നാൽ ഇങ്ങനെയുള്ള നമ്മുടെ നാടൻ ഐറ്റങ്ങൾ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ മലക്കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, തട്ടിക്കുട്ടി ചക്കയോ മുരിങ്ങയിലോ പുളിഞ്ചിക്കോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞങ്ങളുടെ ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ എന്റെ ജോലിയൊക്കെ ഒതുങ്ങി കേട്ടോ. പിന്നെ ഉച്ചത്തേക്ക് വേറെ കറിയൊന്നും വെച്ചില്ല, തോരൻ മാത്രമേ വെച്ചുള്ളൂ കേട്ടോ. പിന്നെ പുളിഞ്ചിക്ക ഒഴിച്ചേറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു മുട്ട കൂടി പൊരിക്കണം. അത് ഞാൻ വിചാരിച്ചു ചേട്ടൻ ചോറ് കഴിക്കാൻ വരുന്ന സമയത്ത് മുട്ട പൊരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട്. അപ്പൊ മീനുക്കുട്ടി പറഞ്ഞു അമ്മ എന്താ നാരങ്ങ മുട്ടായി കഴിക്കി. അവള് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അവളും കഴിച്ചു. അപ്പൊ പിന്നെ അവൾ എനിക്കും കൂടി തന്ന കേട്ടോ. അപ്പൊ പണ്ട് കാലത്തെ മുട്ടായി ആണല്ലോ നാരങ്ങ മുട്ടായി. ഇതൊന്നും ഇഷ്ടമില്ലാത്ത മലയാളികൾ കാണില്ല കേട്ടോ, അല്ലേ? അപ്പൊ മീനുക്കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ മീനുക്കുട്ടിയെ കുളിപ്പിച്ചില്ല, ഇനി വേണം മീനുക്കുട്ടീനെ കുളിപ്പിക്കാൻ കേട്ടോ. പിന്നെ ഞാൻ എന്താ വന്നതുകൊണ്ട് ഞാൻ എന്താ മീനുക്കുട്ടീനെ കുളിപ്പിച്ചു. അപ്പൊ ബാക്കിയിരുന്ന നാരങ്ങ മുട്ടായി അവള് കഴിക്കുന്നതാണ് കേട്ടോ. ഇന്ന് ഞാനാണ് കേട്ടോ കുളിപ്പിച്ച. കുറേ ദിവസം കൊണ്ട് അവളെ അമ്മാമ്മയാണ് കേട്ടോ അവളെ കുളിപ്പിക്കുന്നതൊക്കെ. ഇപ്പൊ ഇവിടെ നിന്നാണ് കുളിയും എല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ. ഒന്നിടാത്ത ദിവസങ്ങളിൽ അവിടെ കിടക്കാൻ വരും, പിന്നെ ഇവിടെ കിടക്കും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഉച്ചയപ്പം ചോറ് കഴിക്കാനായിട്ട് ചേട്ടൻ വന്നു കേട്ടോ. ചേട്ടൻ എന്നെ ഞാൻ അപ്പുറത്തിരുന്നതുകൊണ്ട് വിളിക്കാനായിട്ട് അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ചോറ് കഴിക്കണം ഇനി, എന്നിട്ട് ചേട്ടനെ അടുത്ത ജോലിക്ക് പോകണം കേട്ടോ. അപ്പൊ ഇന്ന് ഉച്ചത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ പുളിഞ്ചിക്ക ഒഴിച്ചെറിയും മുരിങ്ങയില തോരനും പിന്നെ മുട്ടയും കൂടെ പൊരിച്ചു കേട്ടോ. ഈ സമയത്ത് പിന്നെ വന്നതിന് ശേഷം ഞാൻ 2 മുട്ട എടുത്ത് എനിക്കും ചേട്ടനായിട്ടൊന്ന് പൊരിച്ചെടുത്ത കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ കുറച്ച് തോരൻ ചേട്ടനെ അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാനായിട്ട് അമ്മയ്ക്കും അച്ഛനും കൊടുക്കാനായിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ അവര് എല്ലാം എടുക്കാതെ ഇങ്ങാണ് കേട്ടോ തന്നത്. അതുകൊണ്ട് തോരൻ വച്ചതിന് ശേഷം പിന്നെ അവർക്ക് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ ചേട്ടൻ. അതിനുശേഷം ഞങ്ങൾ വന്നിരുന്ന് ചോറ് ഇനിയാണ്. ഈ സമയത്ത് ഇവിടെ കറണ്ട് പോയി കേട്ടോ. അപ്പൊ എന്തോ പണികൾ നടക്കണ കാരണം കറണ്ട് പോയി. ഞങ്ങൾ അടുക്കളയിൽ ഇരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. അതാണ് ഒരു വെട്ടക്കുറവ്, കറണ്ട് ഇല്ല. ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ചേട്ടനടുത്ത് ഡ്യൂട്ടിക്ക് പോകും കേട്ടോ. അടുത്ത് വണ്ടി ഓടാനായിട്ട് പോകും. മീനുക്കുട്ടി വന്നില്ല കേട്ടോ, ചോറ് ഇവിടുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷമുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല. ഫോണ് ചാർജൊന്നും ഇല്ലായിരുന്നു, കറണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വൈകുന്നേരം കേട്ടോ വന്നത്. പിന്നെ അതിനുശേഷമുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഇതാ ചേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കേട്ടോ. വന്നപ്പോ മീനുക്കുട്ടിക്കുള്ള യൂണിഫോം ഡ്രസ്സ് കിട്ടി കേട്ടോ, സ്കൂളിൽ നിന്ന് വാങ്ങി. അത് കൊണ്ടുവന്ന് തുണിയാണ് കേട്ടോ. അപ്പൊ അത് മോഡലൊക്കെ ടീച്ചർ ഇട്ട് തന്നു. ഇനി അത് തച്ചെടുക്കണം.
ബ്ലാക്ക് കളറും ഷർട്ട് മോഡലും തയ്ക്കാനുള്ള മോഡൽ കേട്ടോ. അപ്പൊ തുണിയൊക്കെ അവിടെ എടുത്ത് നോക്കിയ ശേഷം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എവിടെയെങ്കിലും കൊടുത്ത് അതൊന്ന് തയ്ക്കണം. ഒരു ജോഡിയെ വാങ്ങിച്ചോളൂ കേട്ടോ. പിന്നെ ചേട്ടൻ വന്നപ്പോൾ മീൻ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. നമ്മുടെ ചേട്ടൻ ഇവിടെ ഒരാൾ മീൻ കച്ചവടം നടത്തുന്നതുകൊണ്ട് വൈകുന്നേരങ്ങളിലാണ് കേട്ടോ കൂടുതലും മീൻ വാങ്ങുന്നത്. അങ്ങനെ ഇന്ന് കിട്ടിയത് 2 ചൂരമീൻ 50 രൂപ. വാള ചേട്ടൻ അല്ലാതെ തന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ തല എടുക്കത്തില്ലേ, വാളമീന്റെ തല എടുക്കുന്നില്ല, അതെടുത്ത് ജൂലിക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. ജൂലിക്ക് വേവിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചൂരമീൻ കറിയും പിന്നെ വാളമീൻ ഫ്രൈ ചെയ്യാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ ചേട്ടൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അതൊക്കെ ഇനി എടുത്ത് ഒതുക്കി വെക്കണം. പിന്നെ ഞങ്ങള് മീൻ അരച്ച് വെച്ചതും കറണ്ട് പോയതും ഒത്തിരുന്നു കേട്ടോ. എന്തായാലും അരച്ച് കിട്ടി. അതുകൊണ്ട് ഇനി അത് കറി വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങള് ഇവിടെ എല്ലാവരും അരപ്പും പിന്നെ മുരിങ്ങയിലും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഒത്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു. മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടിയൊക്കെ അരപ്പ് ജാറ് കഴുകി വീത്തി കൊടുത്തു. പിന്നെ തക്കാളിക്കയും മുരിങ്ങയ്ക്കയും 2 പച്ചമുളകൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ വെക്കുന്നത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. അപ്പൊ ഈ സമയത്ത് പിന്നെ കുറച്ച് വാളമീൻ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് അരപ്പ് ചേർത്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ. മീൻ കറിയിലും മീൻ പൊരിക്കുന്നതിലും ഒന്നും മഞ്ഞപ്പൊടി ഇടുന്നില്ല. അതുപോലെ തന്നെ പുളിയും ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ചേട്ടനും കൂടി ഉള്ളത് കൊണ്ടേ ഞങ്ങൾ ഇത് രണ്ടും ഒഴിവാക്കിയിട്ടാണ് ഇപ്പൊ കറി വെക്കുന്നത്. അപ്പൊ ഇതാ തൊട്ടപ്പുറത്തുനിന്ന് അനിയൻ വിളിച്ചിട്ട് ചക്ക തന്ന കേട്ടോ, വരിക്കച്ചക്ക. പിന്നെ അമ്മ നമുക്ക് രണ്ടുപേർക്കും ആവശ്യത്തിനുള്ള ചായ കൂടി തൂക്കോത്രത്തിലിട്ട് ഇങ്ങ് തന്നു. ഞങ്ങൾ നേരത്തെ കുടിച്ചായിരുന്നു. അപ്പൊ ചേട്ടന് വേണ്ടി ഇട്ട് കൊടുത്തതാണ് കേട്ടോ അമ്മ ചായ. അപ്പൊ കൂടെ എനിക്കും കൂടി തന്നതാണ്. അപ്പൊ ഞങ്ങൾ കറണ്ടൊന്നുമില്ല, രാത്രി സമയമാണ്. ചക്കയൊക്കെ വൈകുന്നേര സമയങ്ങളിൽ കിട്ടിയാലാണ് തിന്നായിരുന്നു എന്താ പറയാ തിന്നാൻ തോന്നുന്നില്ല. ഇതിപ്പോ കിട്ടിയപ്പോ രാത്രി ആയി പോയി. പിന്നെ ചോറ് കഴിക്കുന്ന സമയമൊക്കെ ആയല്ലോ. അതെന്നാലും ഞങ്ങൾ ഇരുന്ന് വരിക്കച്ചക്ക കഴിച്ചോട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. മീൻകറി ഇവിടെ റെഡി ആവുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ വാളമീന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും ചേട്ടനും ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ചക്കപ്പഴമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചു. രാത്രി ഇന്ന് മീനുക്കുട്ടി ഇല്ല കേട്ടോ. അപ്പം നമ്മുടെ ചൂര മീൻകറിയും മുരിങ്ങയില തോരനും വാളമീൻ ഫ്രൈയും കൂടി ചേർത്ത് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങേണ്ട ചെയ്യുന്നത്. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.